കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്ത് അടിച്ചു മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്തെങ്കിലും അധികാരിപ്പെട്ടവർ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറിലെ ഒരു ബൈക്ക്. ഞാനും ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ച് കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്താണ്, എന്താ പറയേണ്ടത്, ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണിപ്പം. ചിലവർക്ക് തെറ്റിദ്ധാരണ കാണും, ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ കുറേയധികം പേര് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചോദ്യം രേണുവിനടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. സുധിയുടെ മരണത്തിന് ശേഷം കുറേയധികം പേര് പൈസ ഇട്ട് തന്നെന്ന് പറയുന്നുണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്തു, അത് മൊത്തം രേണു എടുത്ത് ചിലവാക്കിയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് ഇപ്പോൾ രേണു തന്നെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അത് വലിയ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ലക്ഷങ്ങളോ കോടികളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കുറച്ച് 60,000-70,000 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കിച്ചുവിന് ഒരു വണ്ടിയാണ്, ഒരു ബൈക്കാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കിച്ചുവിനെ തന്നെ അറിയാം. കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയുന്നതാണ്. പിന്നെ കുറേയധികം പേര് ഇങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്തയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കാര്യം അറിയാതെയാണ് എന്നുള്ള കാര്യം കൂടി രേണു ഒരു വീഡിയോയിൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പം ഓഡിയോ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്.